അപ്പൊ ഗിയറിന്റെ പവർ അതെന്തിനാണ് എങ്ങനെയാണ് നമുക്കൊന്ന് മനസ്സിലാക്കാം. ഇപ്പൊ നമ്മൾ ഫസ്റ്റ് ഗിയറിലാണ് ഉള്ളത്. ഇപ്പൊ ഇവിടെ നമ്മൾ ബ്രേക്കിൽ നിന്ന് കാലെടുത്താലും നമ്മൾ പിറകോട്ട് പോകും. കാരണം നമ്മുടെ ഈ ഒരു സ്ഥലം നിരന്ന സ്ഥലമല്ല, ഒരു കയറ്റമാണ്. ഓക്കെ, അപ്പൊ ഇവിടെ നമുക്ക് ഇനി മുന്നോട്ട് പോകണം എന്നുണ്ടെങ്കിൽ നമ്മുടെ സാധാരണ നമ്മൾ നിരപ്പിൽ നിന്ന് എടുക്കുമ്പോൾ ക്ലച്ചിൽ മാത്രം നമ്മുടെ വണ്ടി മുന്നോട്ട് പോകുമായിരുന്നു. പക്ഷെ ഈ ഒരു സ്ഥലത്ത് നമ്മൾ ഹാഫ് ക്ലച്ച് വേണം, ആക്സിലേറ്ററും ഉണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ വണ്ടി ഈ കയറ്റം എന്താവുള്ളൂ, കയറുള്ളൂ. അപ്പൊ ചേച്ചി ബ്രേക്കിൽ നിന്ന് ജസ്റ്റ് ഒന്ന് കാലെടുത്ത് നോക്കി, മെല്ലെ ഒന്ന് എടുത്ത്. ഓക്കെ, ബേക്കോട്ട് പോകുന്നു. അപ്പൊ നമുക്ക് ഇനി ബേക്കോട്ട് പോകരുത്. ബേക്കിൽ ഒരു വണ്ടി ഇങ്ങനെ വന്ന് നമ്മുടെ ബേക്കിൽ നിൽക്കുന്നുണ്ടെന്ന് സങ്കല്പിക്കുക. ടെൻഷൻ അടിക്കേണ്ട. ബേക്കിൽ ഒരു വണ്ടി ഉണ്ട്, ഇനി നമ്മുടെ വണ്ടി ഒരു 100 പോലും എങ്ങോട്ട് പോകരുത്, ബേക്കോട്ട് പോകരുത്. അപ്പൊ ബ്രേക്കിൽ നിന്ന് കാലെടുത്താൽ നമ്മുടെ വണ്ടി പിറകോട്ട് പോകും. അപ്പൊ നമുക്ക് ഈ ഒരു സാഹചര്യത്തിൽ നമുക്ക് നമ്മുടെ വണ്ടിനെ എങ്ങനെ നിർത്തണം? ഹാഫ് ക്ലച്ചിലോട്ട് കൊണ്ടുവരണം. ഓക്കെ, അപ്പൊ നമ്മളിപ്പോ ഫസ്റ്റ് ടൈം തന്നെ ഒറ്റയടിക്ക് എടുത്ത് ഹാഫ് ക്ലച്ച് നമുക്ക് കിട്ടൂല. നമ്മളിങ്ങനെ കാത്തു നിൽക്കണം. 10 വരെ ക്ലച്ച് ചവിട്ടി പിടിച്ചിട്ട് 1, 2 എന്ന് പറഞ്ഞ് മെല്ലെ മെല്ലെ നമ്മൾ പൊക്കുവാണ്. മെല്ലെ മെല്ലെ സമാധാനത്തിൽ വെക്കുക. അപ്പൊ ആ സ്റ്റിയറിംഗ് എന്തിനാ കറക്റ്റ് നേരെ പിടിച്ചു, അത് നമ്മൾ ചിരിഞ്ഞിരിക്കണ്ട, സമാധാനത്തിൽ. എന്നിട്ട് നമ്മൾ മെല്ലെ എന്ത് ചെയ്യണം, ക്ലച്ചിനെ മെല്ലെ എടുക്കുവാണ്. ക്ലച്ചിനെ എടുത്തിട്ട് നമുക്ക് ഇപ്പൊ റിസൾട്ട് എന്തെങ്കിലും വൈബ്രേഷൻ ഒന്നുമില്ല. ഇപ്പൊ വൈപ്പർ കറങ്ങണേ, വൈപ്പർ ഒന്ന് ഓഫ് ആയിക്കേ, ഒരു സ്റ്റെപ്പ് ഒന്ന് തിരിച്ചു. ഓക്കെ, മതി. ഇനി നമ്മൾ മെല്ലെ ക്ലച്ച് നമ്മൾ മെല്ലെ പൊക്കുമ്പോൾ നമുക്കൊരു വൈബ്രേഷൻ കിട്ടും. ഒന്നും കൂടെ ഓഫ് ആയിക്കേ. സെറ്റ്, മതി. മെല്ലെ ക്ലച്ച് പൊക്കുക കേട്ടോ, മെല്ലെ ക്ലച്ച് പൊക്കുക. ഒരു ടെൻഷനും അടിക്കണ്ട. എന്ത് വന്നാലും നമുക്കിത് പരിഹരിക്കണം. കാരണം നമുക്കിത് പഠിക്കണം. നമുക്കിത് ഒറ്റയ്ക്ക് പോകണ്ടേ, അല്ലെ ഒരാളുടെ കൂടെ പോയാൽ മതി, ഒന്നും പോരാ. അപ്പോൾ നമ്മൾ ക്ലച്ച് മെല്ലെ പൊക്കുമ്പോൾ നമുക്കൊരു വൈബ്രേഷൻ കിട്ടും. ഒരു JCB വരുന്നുണ്ട്, അതൊന്നും കുഴപ്പമില്ല കേട്ടോ. മെല്ലെ ക്ലച്ച് പൊക്കി നമുക്കൊരു വൈബ്രേഷൻ കിട്ടും. നമ്മുടെ പിള്ളേരാണല്ലോ. മെല്ലെ ക്ലച്ച് മെല്ലെ എടുക്കുകയാണ്, ക്ലച്ച് മെല്ലെ എടുക്കുകയാണ്. ഒരു ടെൻഷനും അടിക്കണ്ട, മെല്ലെ ക്ലച്ച് എടുക്കുകയാണ്. ഇപ്പോൾ ചേച്ചി ക്ലച്ച് പൊക്കി, പക്ഷെ എന്തെങ്കിലും റിസൾട്ട് നമുക്ക് കിട്ടിയോ? ഇല്ല. പക്ഷെ ഇപ്പം നോക്കിയേ, ഒരു വൈബ്രേഷൻ കിട്ടി. ആ വൈബ്രേഷൻ കിട്ടിയ സമയത്ത് നമ്മൾ മെല്ലെ ബ്രേക്കിൽ നിന്ന് മെല്ലെ ഒറ്റ എത്താനും പുറകോട്ട് പോകാൻ വേണ്ടി, പക്ഷെ മെല്ലെ ബ്രേക്ക് ഒന്ന് ലൂസാക്കി നോക്കി. ബ്രേക്ക് മെല്ലെ ഒന്ന് ലൂസാക്കി നോക്കി, മെല്ലെ ഒന്ന് ലൂസാക്കി നോക്കി. ലൂസാക്ക് ബ്രേക്ക്, ലൂസാക്ക്, 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 ലൂസാക്കി. ഇപ്പൊ ബ്രേക്കിൽ നിന്ന് കാല് മാറ്റിയോ? ഇപ്പൊ നമ്മുടെ വണ്ടി പിറകോട്ട് പോകുന്നുണ്ടോ? ഇല്ല. ഇപ്പൊ ചേച്ചി എങ്ങനെയാ നിക്കണേ? ക്ലച്ചില് ആക്സിലേറ്റർ കൊടുത്തിട്ടുണ്ടോ? കാല് മാറ്റിക്കേ, ആക്സിലേറ്റർ കാലൊന്ന് മാറ്റിക്കേ. ഇപ്പൊ നമ്മുടെ വണ്ടി ക്ലച്ചിലാ നിക്കണേ, ഈ കയറ്റത്തില്. ഇനി ക്ലച്ച് പൊക്കിയാൽ നമ്മുടെ വണ്ടി ഓഫ് ആവും. ഇങ്ങനെയുള്ള സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം? ചെറുതായിട്ട് ആക്സിലേറ്റർ കൊടുക്കുക കുഞ്ഞേ. ആക്സിലേറ്റർ ചെറുതായിട്ട് കൊടുത്താൽ സൗണ്ട് വരട്ടെ. മെല്ലേട്ടോ, സമാധാനത്തിൽ ആക്സിലേറ്റർ കൊടുക്കുക. അങ്ങോട്ട് നോക്കണ്ട, ആക്സിലേറ്റർ കൊടുക്ക്. അത്ര വേണ്ട, ലേറ്റ് ആയിട്ട് കൊടുക്കുക. ഒഴിവാക്കല്ലേ, ഒഴിവാക്കല്ലേ. നേക്കിൽ കൊടുക്ക്, കൊടുക്ക്, ഇച്ചിരി കൊടുക്ക്, ഇച്ചിരി കൊടുക്ക്, ഇച്ചിരി കൂടെ ആക്സിലേറ്റർ ഇച്ചിരി കൂടെ ചവിട്ടും. മെല്ലെ കൊടുക്ക്. അതിനനുസരിച്ച് ക്ലച്ചിന് നമ്മൾ എന്ത് ചെയ്യും? മെല്ലെ റിലീസ് ചെയ്യും. ഇനി ക്ലച്ച് കാലത്ത് മാറ്റിക്കോ, മാറ്റിക്കോ, മാറ്റിക്കോ. നോക്കിയോ, വണ്ടിയുടെ മുഖം എങ്ങോട്ടാ പോണേ നോക്ക്. അപ്പൊ നോക്കിയേ, എങ്ങനെ എടുത്ത് ചേച്ചി കണ്ടോ? അപ്പൊ ഇത്രയും ക്ഷമിച്ച് സമാധാനത്തിന് മനസ്സിലാക്കി എടുത്ത ഇതൊരു സംഭവമാണോ? അല്ല. അപ്പൊ അത് അറിയണം. സംശയം ഇപ്പൊ മാറിയില്ലേ? ഓക്കെ. വേണ്ട അമ്മ, നമുക്ക് 4 ക്ലാസ്, നമുക്ക് സമയമുണ്ടല്ലോ, പറഞ്ഞു തരുന്നുണ്ട് ഞാന്. എല്ലാം കൂടെ ഒറ്റടിക്ക് നമുക്ക് ആവൂല. അപ്പൊ ഇപ്പൊ നമ്മള് ഫസ്റ്റ് ഗിയറിലാ പോണേ. ഇപ്പൊ നമുക്ക് ഈ സ്പീഡിൽ സെക്കൻഡിൽ ഇടാൻ പറ്റില്ല. കാരണം ഇത് എന്താണ്, കയറ്റമായതുകൊണ്ട്. അപ്പൊ നമുക്ക് സെക്കൻഡ് ഗിയറിൽ ഇടണം എന്നുണ്ടെങ്കിൽ അത്ര എക്സ്പീരിയൻസ് ആയ ആള് 20ന്റെ മേലെ, ഒരു 25 സ്പീഡിൽ വൈപ്പർ ഇട്. ഒരു 25ന്റെ മേലെയെങ്കിലും സ്പീഡാക്കിയാൽ മാത്രമേ ഇവിടെ എന്താവുള്ളൂ, സെക്കൻഡിൽ പോകുള്ളൂ. ആ ക്ലച്ചിൽ നിന്ന് കാലെടുക്കുമ്പോഴും 20ന്റെ മേലെ സ്പീഡ് വേണം. അപ്പൊ അത്ര എക്സ്പീരിയൻസ് ഇല്ലാത്തതുകൊണ്ട് നമുക്കിവിടെ ഏത് കയറി കയറിയാൽ മതി? ഈ ഫസ്റ്റിൽ ഇപ്പം മെല്ലെ കയറിയാൽ മതി. അതായി വരുമ്പോൾ നമ്മൾ കയറും. ഇപ്പൊ താഴേന്നേ നമ്മൾ കാല് കൊടുത്താൽ വരുന്നെങ്കിൽ നമുക്ക് സെക്കൻഡിലും തേർഡിലും ഈ കയറ്റം കയറാമായിരുന്നു. കഴിഞ്ഞ ദിവസം നമ്മൾ കയറിയിട്ടുണ്ട്. പക്ഷെ നമ്മളിത് കയറ്റത്തിന്റെ സെന്ററിൽ നിർത്തി ഓഫാക്കി എടുത്തോണ്ടാണ് നമുക്കിപ്പോ ഇവിടെ എവിടെ ഇടാൻ പറ്റാഞ്ഞ്, സെക്കൻഡിലൂടെ ഇടാൻ പറ്റുന്നത്. ഇടണ്ട. ഓക്കെ, മനസ്സിലാവുണ്ടോ? ഓക്കെ, ബൈ. അപ്പൊ അടുത്ത വീഡിയോ കാണാം.